മോർട്ടൽ കോമ്പാക്ട് 2 കണ്ടു. നല്ല അടിപൊളി പടം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ സാധനം ഒരു പ്രോപ്പർ ഗെയിം ബേസ്ഡ് മൂവിയാണ്. നമ്മളിപ്പോൾ ഗെയിം കളിക്കുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ഡയറക്റ്റായിട്ട് ഞാൻ ഇപ്പോൾ മോർട്ടൽ കോമ്പാക്ട് എന്നുള്ള ഗെയിമിൻ്റെ മെയിൻ ഉദ്ദേശം അടിയാണ്. നമ്മൾ ഫൈറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പോൾ സ്റ്റോറി ബേസ്ഡ് ഗെയിംസ് ഉണ്ട്, സോൾസ് ലൈക്ക് ഗെയിംസ് ഉണ്ട്, മറ്റേ ഓപ്പൺ വേൾഡ് ഗെയിം ഉണ്ട്, അങ്ങനത്തെ കുറേ ജോണേഴ്സ് ഓഫ് ഗെയിം ഉണ്ടല്ലോ. നമ്മൾ മോർട്ടൽ കോമ്പാക്ട് ഒക്കെ എടുക്കുക, അടി എന്ന് പറഞ്ഞാൽ അടിച്ച് പരത്താൻ വേണ്ടി 1-on-1 ആയിട്ടോ അല്ലെങ്കിൽ ഒപ്പോണൻ്റ് ആയിട്ടോ CPU ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ അങ്ങനെ ആയിട്ട് നമുക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം എടുക്കുക. അങ്ങനെയുള്ളൊരു ഗെയിമിൽ നമ്മൾ വേറെ കഥയോ കാര്യങ്ങളോ ഒന്നും ആലോചിക്കില്ല. നമ്മൾ ജസ്റ്റ് അടി ആ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രമാണ്. ഈ പടം അങ്ങനെയാണ്. ഈ പടം സ്റ്റാർട്ട് ടു എൻ്റെ അടിയാണ്, അടിയോടടി. അതിൻ്റെ ഇടയിൽ പ്രോപ്പറായിട്ടൊരു നറേഷൻ വെച്ച് ഒരു പ്രോപ്പർ സ്റ്റോറി ലൈൻ വെച്ച് ഇവർ ഫൈറ്റ് ചെയ്യണ ഒരു പ്രോപ്പർ റീസണിങ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ സാധനങ്ങൾ പോകുക. നമ്മൾ ഗെയിമിൽ കാണുന്ന അതേപോലെ തന്നെ. പക്ഷേ ഫസ്റ്റ് പാർട്ടിനെക്കാളും എനിക്ക് ഭയങ്കരമായിട്ട് ഇറ്റ്സ് വേ മോർ സുപ്പീരിയർ ദാൻ ഫസ്റ്റ് പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കൊരു ജസ്റ്റ് ഒരു ആവറേജ് പടം മാത്രമായിരുന്നു ഫസ്റ്റ് പാർട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ അതിലും കുറേ ഇപ്പോൾ നമുക്ക് ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ഫസ്റ്റ് പാർട്ട് ജസ്റ്റ് ഒരു ഓക്കെ പടം. നമുക്കിപ്പോൾ സ്കോർപ്പിയൻ ഉൾപ്പെടെ വലിയ വലിയ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും പക്ഷേ ഇതിൽ മറ്റേ കാളർപെണ്ണ മറ്റേ ജോണി കേജ് മുതൽ എല്ലാവരും നല്ല ഇങ്ങനെ എല്ലാവർക്കും പ്രോപ്പർ സ്ക്രീൻ പ്രസൻസും കൊടുത്ത് നല്ല ഇങ്ങനെ എല്ലാവരും വിലസിയിട്ടുള്ള പടം എന്ന് വേണമെങ്കിൽ പറയാം. നല്ല പ്രോപ്പർ ആക്ഷൻ, അതും ഓരോരുത്തർക്കും ഓരോ യൂണിക്കായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഗെയിമിൽ കാണില്ല അതേ സാധനം നമുക്ക് അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു സോൾ വെച്ച് റീക്രിയേറ്റ് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് ഈ സിനിമ എനിക്ക് ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം ഞാൻ ഇത്ര എക്സൈറ്റഡ് ആയിട്ട് ഈ പടം പറയാൻ കാരണം ഇത് ഭയങ്കര എൻഗേജിങ് ആണ്. സ്റ്റാർട്ട് ടു എൻഡ് എൻഗേജിങ് ആണ്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളായിക്കോട്ടെ, ഈ പടത്തിലെ കട്ട് സീനുകളായി ഇതിൽ സിനിമ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതും എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ ഒരു 1.5 മണിക്കൂറോ അല്ലെങ്കിൽ ഐ തിങ്ക് 2 മണിക്കൂറിൻ്റെ അടുത്തുണ്ട്. പക്ഷേ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് പോലും നമുക്ക് ബോറടിക്കില്ല, നമുക്കിങ്ങനെ കണ്ണ് പറയ്ക്കാൻ തോന്നില്ല. അങ്ങനെയാണ് ഈ സാധനം ഇങ്ങനെ പോകുക. ആൻഡ് ഇറ്റ്സ് എ വിഷ്വൽ ട്രീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഐമാക്സിൽ കണ്ടില്ല, ഞാൻ ഐമാക്സിൽ കാണേണ്ട പടമായിരുന്നു, മിസ്സായിപ്പോയി. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഐമാക്സിൽ കാണാൻ തോന്നിയത്. ഈ പടത്തിൻ്റെ കളേഴ്സൊക്കെ ഉണ്ടല്ലോ, അത്ര റിച്ച് ആയിട്ടുള്ള കുറേ കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ കളറും ഇതിൽ വന്നു പോകുന്നുണ്ട്. ചില നേരത്തൊക്കെ നമുക്കിങ്ങനെ സ്ക്രീൻ ലിറ്റപ്പായിട്ട് ബ്രൈറ്റായിട്ട് ഈ മറ്റേ ചങ്ങയുടെ പേര് ഞാൻ മറന്നു, മൂപ്പര പവർ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗോഡ് ലൈക്ക് സാധനം ഉണ്ടല്ലോ, മറ്റേ തൊപ്പിച്ച ചങ്ങായി, മൂപ്പര പവർ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ സ്ക്രീൻ ഫുൾ ഇങ്ങനെ ലിറ്റപ്പായിട്ട് നമുക്ക് നോക്കാൻ പറ്റില്ല. അത്രയധികം ബ്രൈറ്റ് ആയിട്ടുള്ള കുറേ കളേഴ്സ്, റിച്ച് കളേഴ്സും ബ്ലൂവും വൈറ്റും ഒക്കെ മിക്സ് ആയിട്ടുള്ള കളേഴ്സൊക്കെ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. സോ കളർ വൈസ് അല്ലെങ്കിൽ കളർ ഗ്രേഡിങ്ങിൻ്റെ കാര്യത്തിലും ഇതിൻ്റെ ഈ VFXിൻ്റെ കാര്യത്തിലൊക്കെ ടോപ്പ് നോച്ച് ആയിട്ടാണ് ഈ സിനിമ എൻറ്റയർലി ഒരു ഗ്രീൻ സ്ക്രീനിൽ എടുത്തിട്ടുള്ള പടം തന്നെയാണ്. നമുക്കത് വേണമെങ്കിൽ സൂക്ഷിച്ച് കളിച്ച് നോക്കി ചിലപ്പോൾ ആണെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷേ എവിടെ നമുക്കത് ആ കാര്യങ്ങളൊന്നും നമ്മൾ അബ്സോർബ് ചെയ്യാനോ അത് പ്രോപ്പറായിട്ട് ഒന്ന് ഡീകോഡ് ചെയ്തെടുക്കാനുള്ള ടൈമൊന്നും ഇവർ തരില്ല. പട്ടാന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പോവാണ്. പല സ്റ്റേജിങ് പല ലൊക്കേഷൻസിലായിട്ട് നമ്മളിപ്പോൾ ഗെയിം കളിക്കുമ്പോൾ ആ ടെറൈൻ മാറില്ല. ഓരോ ഒപ്പോണൻ്റ് എടുക്കുമ്പോൾ നമ്മൾ ടെറൈൻ മാറുന്ന പോലെ ഈ മോർട്ടൽ കോമ്പറ്റ് കളിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്ന സാധനം. എന്നാൽ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലെങ്കിലും ഈ സാധനം എന്താണ്, ഈ ടൂർണമെൻറ്റ് എന്താണ്, ഇതെന്താണ് പരിപാടി എന്നുള്ളതൊക്കെ പ്രോപ്പറായിട്ട് ഒരു വൺ ലൈൻ പോലെ ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ കഥ പറച്ചിലിൽ കൂടുതൽ സമയം കൊടുക്കാതെ ആക്ഷനാണ് സിനിമയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനൊരു ആക്ഷൻ മൂവി ലവർ ആയതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ഈ സിനിമ ഭയങ്കരധികം വർക്കായി. ഈ ആക്ഷൻ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് കയറാം. ആൻഡ് ഈ ഒരു വലിയ ക്യാരക്ടർ ആർക്കോ ക്യാരക്ടർ ഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഇങ്ങനെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് ഓൾറെഡി സെറ്റായിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സാണ്. നമ്മളിപ്പോൾ ഗെയിമിൽ നിന്നൊക്കെ ഡയറക്റ്റായിട്ട് ഇറങ്ങി വരുന്ന പോലത്തെ കുറച്ച് ക്യാരക്ടേഴ്സാണ്. അവർ വെച്ചിട്ട് ആ പരിപാടിയാണ്. ഞാൻ ഈ സിനിമയിൽ കുറേ റെഫറൻസുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. പല സിനിമകളെയും ഊക്കിയിട്ട്, പ്രത്യേകിച്ച് ഹാരി പോട്ടറും പല സിനിമകളെ ഇപ്പോൾ കിയാനോ റീവ്സിനെ ഒക്കെ പറ്റിയിട്ട് ഇങ്ങനെ പല റെഫറൻസുകൾ കുത്തിക്കയറ്റിയിട്ടുണ്ട്. അത് ഇങ്ങനെ മുഴച്ചു നിൽക്കുന്ന പോലെ ഒന്നും ഫീൽ ചെയ്തില്ല. എല്ലാം പ്രോപ്പർലി ബ്ലെൻഡ് ചെയ്ത്. ആൻഡ് കാളർബന് കുറച്ചും കൂടി സ്ക്രീൻ പ്രസൻസ് കൊടുക്കാമെന്ന് തോന്നി ആ ചങ്ങായി. പക്ഷേ ഇടയ്ക്ക് മറ്റേ ഓയൊക്കെ വന്നു പോകുന്നുണ്ട് നമ്മുടെ ഹോംലാൻഡറിൻ്റെ. പക്ഷേ അതിൽ നിന്ന് ഒന്ന് ഡിസ്റ്റൻ്റായിട്ട് പിടിക്കാൻ മൂപ്പര് തന്നെ കുറേ ശ്രമിച്ചിട്ടുണ്ട്. മൂപ്പര് അത് ചെയ്ത് ഒരു പക്ഷേ ഇനിയിപ്പോൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നുണ്ടോ ഓരോ ക്യാരക്ടറായിട്ട്. ഹോംലാൻഡർ നമുക്കിനിയിപ്പോൾ ഒരു 1-2 ആഴ്ചയും കൂടി കാണണമല്ലോ. ബോയ്സ് കഴിയാറായി. ഐ തിങ്ക് ഇനി 2 എപ്പിസോഡും കൂടി എന്തോ ഉള്ളൂ, അതോടെ പരിപാടി തീർന്നു. ആൻഡ് ഇവർക്ക് ഇനിയും ഈ സാധനം ചെയ്യാം. ഇനിയും ഇപ്പോൾ തേർഡ് പാർട്ടും ഞാൻ ഐ തിങ്ക് ഒരു ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയത് കൊണ്ട് സെക്കൻഡ് വെറുതെ ഒരു വലിച്ചു നീട്ടിയ ഒരു അനാവശ്യ സീക്വലാണെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അങ്ങനെയല്ല. എനിക്ക് പേഴ്സണലി ഫസ്റ്റിനേക്കാളും ഒരുപാട് ഇഷ്ടമായി. അതിൻ്റെ ഒരു ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ളൊരു പടമാണ്. ഒരു വെറുതെ അനാവശ്യമായിട്ട് ഒരു സെക്കൻഡ് പോലും സിനിമയിൽ വേസ്റ്റ് ആവുന്നത്. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് കൊടുക്കുന്ന ടൈമിന് കംപ്ലീറ്റ്ലി നമ്മളെ അതിൽ പിടിച്ചിരുത്തി നമുക്ക് ഒരു പ്രോപ്പർ സിനിമാറ്റിക് എക്സ്പീരിയൻസ് തരുന്ന, എന്നാൽ ഇത് വേറെ ലെവൽ ഒരു ക്ലാസ് ഐറ്റം എന്നൊന്നുമല്ല. ജസ്റ്റ് ഒരു പ്രോപ്പർ ഗെയിം ബേസ്ഡ് മൂവി. നമ്മളിപ്പോൾ
പല പല ഗെയിം ബേസ്ഡ് മൂവീസ് നമ്മൾ കാണാറുണ്ട്. സോ ഒരു പ്രോപ്പർ ഗെയിം അഡാപ്റ്റേഷൻ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. മോർട്ടൽ കോംബാറ്റ് കളിച്ചിട്ടുള്ളവരാണെങ്കിൽ, ഇതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ചെറിയ ധാരണ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും മിസ്സാക്കാതെ മസ്റ്റ് വാച്ച് ആയിട്ട് കാണേണ്ട ഒരു സാധനമാണ്. ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് ഡയറക്റ്റായിട്ട് സെക്കൻഡ് പാർട്ട് കാണാം. കാരണം ഈ ഒരു ലോറും കാര്യങ്ങളൊന്നും പറയുന്നവർക്ക് സമയമില്ല, അവർക്ക് അടി കാണിക്കില്ല, അതാണ് പരിപാടി. സോ ഫസ്റ്റ് കണ്ടിട്ട് സെക്കൻഡ് തീർച്ചയായിട്ടും കണ്ടുപോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. ആൻഡ് ഇതേപോലെ തന്നെ നമുക്ക് ഇനിയും ഗെയിം ബേസ്ഡ് ആയിട്ട് ഈ വർഷം തന്നെ നമ്മുടെ സ്ട്രീറ്റ് ഫൈറ്റർ വരാനുണ്ട്. സ്ട്രീറ്റ് ഫൈറ്ററും നല്ല അടിപൊളി പടമാവട്ടെ എന്ന് പ്രതീക്ഷിക്കുക. അത് ഈ ഐ തിങ്ക് കുറച്ച് 1-2 മാസം കഴിഞ്ഞാൽ അത് ഇറങ്ങുമെന്ന് തോന്നുന്നു. സോ മോർട്ടൽ കോംബാക്റ്റ് തീർച്ചയായിട്ടും എല്ലാവരും ഒരു വട്ടം തിയേറ്ററിൽ പോയി കണ്ടുപോക്കുക. നല്ലൊരു റിച്ച്, നല്ല കളർഫുൾ ആയിട്ടുള്ള, നല്ല പ്രോപ്പർ ആക്ഷൻ ബാക്കുള്ള, നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഇതിൻ്റെ ആ ഒരു ക്രെഡിറ്റ്സിൽ ഇടുന്ന സാധനമുണ്ട് അവസാനം, മറ്റേ എൻ ക്രെഡിറ്റ് എന്നല്ല, ഈ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ ഇടുന്ന സാധനം ഉണ്ടല്ലോ, പൊളി. അതൊക്കെ പഴയ നൊസ്റ്റാൾജി തരുന്ന കുറേ അങ്ങനത്തെ എല്ലാം കൊണ്ടും ഒരു പ്രോപ്പർ നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് പേഴ്സണലി. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ കണ്ടുപോക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.